നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആവേശം അതിൻ്റെ പരകോടിയിൽ 3 ദിവസങ്ങൾക്കപ്പുറം ഇതാ മെക്സിക്കോയിൽ ആദ്യ വിസിൽ മുഴങ്ങുന്നു. പിന്നെ അങ്ങോട്ട് പോരാട്ടങ്ങളാണ്. ബാക്കി US-ലും കാനഡയിലുമായിട്ട് പൊടി പൊടിക്കും. ബ്രസീൽ ടീം അവരുടെ ക്യാമ്പ് US-ൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ടീമിൽ 2 സന്നാഹ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വെസ്ലിയുടെ പരിക്കാണ് നിരാശയായത്. പകരം ടീമിലെടുത്ത എഡേഴ്സൺ ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിലെത്തിക്കഴിഞ്ഞു. യെസ്, അക്കാര്യം ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എഡേഴ്സൺ അറൈവ്സ് ഇൻ USA ആൻഡ് ജോയിൻസ് ദി ബ്രസീലിയൻ നാഷണൽ ടീം 5 days ബിഫോർ ദ വേൾഡ് കപ്പ് ഡെബ്യൂ. ബ്രസീലിൻ്റെ ആദ്യ വേൾഡ് കപ്പ് മത്സരം നടക്കുന്നത് നമുക്കറിയാം 13-ാം തീയതിയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ 14-ാം തീയതിയാണ്. ആ 14-ന് പുലർച്ചെയാണല്ലോ. ആ കളിക്ക് മുന്നോടിയായിട്ട്, അതായത് 5 ദിവസങ്ങൾക്ക് മുമ്പ് എഡേഴ്സൺ ഇതാ ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിലെത്തിയിരിക്കുന്നു. ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. മിഡ്ഫീൽഡർ ലാൻഡഡ് ഇൻ ന്യൂജേഴ്സി ആൻഡ് വാസ് ടേക്കൻ ഡയറക്ട്ലി ടു ബ്രസീലിയൻ ടീംസ് ട്രെയിനിങ് ക്യാമ്പ് ലൊക്കേറ്റഡ് ഇൻ ബാസ്കിംഗ് റിഡ്ജ്. അതായത് അദ്ദേഹം ന്യൂജേഴ്സിയിൽ ലാൻഡ് ചെയ്തു. നേരെ ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും എഡേഴ്സന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വെഡിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവെയാണ് അദ്ദേഹം ബ്രസീൽ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവിടെ നിന്ന് അദ്ദേഹം നേരെ എത്തിച്ചേർന്നിരിക്കുകയാണ് ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി. ഏതായാലും നിങ്ങൾക്കറിയാവുന്ന പോലെ അറ്റ്ലാന്റയുടെ എഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി ഗോൾ കീപ്പർ എഡേഴ്സൺ ടീമിലുണ്ട്. കൂടാതെ മധ്യനിരയിലേക്കാണിപ്പോൾ ഈ എഡേഴ്സിനെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതിനപ്പുറം ഇന്ന് ബ്രസീലിൻ്റെ ക്യാമ്പ് കാത്തിരിക്കുന്നതും മറ്റൊരു വലിയ വാർത്തക്കാണ്. നെയ്മർ ജൂനിയറുടെ ടെസ്റ്റ് ഇന്ന് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് റിസൾട്ടാണ് ഇപ്പോൾ ബ്രസീൽ ക്യാമ്പ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഓക്കെ ആണെങ്കിൽ ഇതാ വരും ദിവസങ്ങളിൽ അദ്ദേഹം ടീമിനോടൊപ്പം പൂർണ്ണമായിട്ടും ട്രെയിനിങ്ങിൽ പങ്കെടുക്കും. യെസ്, കാർലോ അഞ്ചലോട്ടി ആഗ്രഹിച്ച അതാണ്. ആദ്യ മത്സരത്തിന്, മൊറോക്കോക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ നെയ്മർ ജൂനിയറെ ഫിറ്റാക്കി ഇറക്കുക എന്നുള്ളതാണ് അഞ്ചലോട്ടി ആഗ്രഹിക്കുന്നത്. അത് സാധിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ കളിക്ക് ഹെയ്ത്തിക്കെതിരെയെങ്കിലും അദ്ദേഹം ഇറങ്ങും എന്നും പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസം നിർണായകമാണ് നെയ്മറുടെ കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് റിസൾട്ടിനായി ബ്രസീൽ ടീം കാത്തിരിക്കുന്നു. അതിൻ്റെ അപ്ഡേറ്റ് വന്നാലുടൻ നിങ്ങളിലേക്ക് എത്തിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.